മാന്നാനം കുന്നിലെ ക്രിസ്മസ് സ്റ്റാർ ശ്രദ്ധേയമാകുന്നു. ആശ്രമ ദേവാലയത്തിനോട് ചേർന്ന് നിർമ്മിച്ച 45 അടി ഉയരമുള്ള സ്റ്റാർ കാണാൻ വിദൂരങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. വ്യത്യസ്തമായ ആകൃതിയിലും സാങ്കേതിക വിദ്യയിലുമുള്ള നക്ഷത്രം സിംഗപ്പൂർ മാതൃകയിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരമൊരെണ്ണം നിർമ്മിക്കാനുണ്ടായ പശ്ചാത്തലത്തെക്കുറിച്ച് CMI സഭ പ്രയർ ഫാദർ കുര്യൻ ചാലങ്ങാടി സംസാരിക്കുന്നു. ഇത് മാന്നാനം കുന്നിൽ തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, ഇങ്ങനൊരു സാധനം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ തന്നെ പ്രധാനപ്പെട്ടൊരു കാരണം, ഒരു വ്യത്യസ്തമായിട്ടുള്ള നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഒരു പുതു മോടിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ബൈബിള് നമ്മൾ നക്ഷത്രത്തെക്കുറിച്ച് വായിക്കുന്നു. പ്രത്യേകിച്ച് ക്രിസ്മസിൻ്റെ സീസൺ ആകുമ്പോഴത്തേക്ക് 3 രാജാക്കന്മാർക്ക് എപ്പോഴും ഒരു മാതൃകയായിട്ട് വഴികാട്ടിയായിട്ട് നക്ഷത്രം പോയി ബേത്ലഹേം പുൽക്കൂട്ടിൽ നിന്നു. അതാണല്ലോ നക്ഷത്രത്തിൻ്റെ ബൈബിൾ പശ്ചാത്തലം. പക്ഷേ ഞങ്ങൾ വിചാരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, 3 രാജാക്കന്മാർ കണ്ടുപിടിച്ചത് ആകാശത്ത് ഒത്തിരി നക്ഷത്രമുണ്ട്. അന്നൊരു ദിവസം ഒരു നക്ഷത്രം മാത്രം അല്ലായിരിക്കണം, ഒത്തിരി നക്ഷത്രങ്ങളുണ്ട്. പക്ഷേ ഈ 3 രാജാക്കന്മാർക്ക് ശ്രദ്ധ പോകാനായിട്ട് ഒരു നക്ഷത്രം അവിടെ ഉണ്ടായിരുന്നിരിക്കണം. അതൊരു പ്രത്യേകതയുള്ള നക്ഷത്രമായിരിക്കണം. ഒരു പക്ഷേ നല്ല നീണ്ട കാലുള്ളതോ പ്രത്യേക കളറുള്ളതോ പ്രത്യേക തിളക്കമുള്ളതോ ഒക്കെ ആയിരിക്കണം. അപ്പോൾ ഒരു പ്രത്യേക നക്ഷത്രത്തെ കണ്ടിട്ടായിരിക്കണം 3 രാജാക്കന്മാർ ഇങ്ങനെ ഈശോയുടെ പുൽക്കൂടും ലക്ഷ്യമാക്കി നടന്നിട്ടുണ്ടാവുക. അത് പിന്നീട് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവണം എന്ന് വിചാരിക്കുന്നു. അപ്പം ബാക്കിയുള്ള നക്ഷത്രത്തെക്കാളും വ്യത്യസ്തതയുള്ള നക്ഷത്രമായിരുന്നു ഈ 3 രാജാക്കന്മാരുടെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത്. അതിനെ ശ്രദ്ധിച്ചപ്പോൾ അതിങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങി എന്നായിരിക്കണം ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പെട്ടെന്ന് ഇങ്ങനെ സാധാരണ നക്ഷത്രത്തിൽ നിന്നൊരു പ്രത്യേക നക്ഷത്രമായിട്ട് ഒരെണ്ണത്തിന് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഈ പുറകിൽ കാണുന്ന നക്ഷത്രം, അങ്ങനെയാണ് ഒരു വ്യത്യസ്തതയുള്ള നക്ഷത്രമായിട്ട് വന്നത്. ബാക്കി എല്ലാ നക്ഷത്രവും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, അതിൻ്റെ ഒരു ഡയഗ്രാം, പിന്നെ അതിനകത്തുള്ള ലൈറ്റ്, ഒരു ആകാശ നീലിമയുള്ള ലൈറ്റ്, പിന്നെ അതിനകത്ത് തന്നെ ഒരു ആകാശം, ഓരോ കാലം ഒരു ആകാശത്തിൻ്റെ പ്രത്യേകത തോന്നും. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മിന്നി നിൽക്കുന്ന നക്ഷത്രങ്ങൾ, അതെല്ലാം കൂടെ ഒരു നക്ഷത്രത്തിൽ. അതാണ് ഈ നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇത് ഉണ്ടാക്കുന്നതിന് കാരണം, ഇതിൻ്റെ ഒരു മോഡല് സിംഗപ്പൂരിൽ ഞങ്ങളുടെ അച്ഛന്മാർ യാത്ര ചെയ്തപ്പോഴത്തേക്ക് എവിടെയോ ഇങ്ങനെ കിടക്കണ കണ്ട് അതിങ്ങനെ മനസ്സിലിങ്ങനെ കോറിയിട്ടു. പിന്നെ നമ്മുടെ മൊബൈലിൽ അതിൻ്റെ പിക്ചർ എടുത്തിട്ട് ഇവിടെ ഒന്ന് ജിജി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഞങ്ങൾ കാണിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം വളരെ താല്പര്യത്തോട് ചെയ്യാനായിട്ട് താല്പര്യം കാണിച്ചു. അങ്ങനെ ഇത്ര ഉയരവും ആവേശവും ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത് ഉണ്ടാക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വലിപ്പത്തിലുള്ളതായി 45 അടി ഉയരമുള്ള ഒരു നക്ഷത്രമാണിത്. ഒത്തിരി പേര് കാണാൻ വരുന്നത്. പിന്നെ മാന്നാനം കുന്നിൻ്റെ പ്രത്യേകത തന്നെ നമുക്കറിയാം. ചാവറയച്ചൻ ഇങ്ങനെ ഉയർന്നൊരു പ്രദേശം, എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു സ്ഥലം എന്നൊക്കെ പിന്നെ ഉള്ളിൽ വിചാരിച്ചുകൊണ്ടാണ് മാന്നാനം എന്ന് പറയുന്ന ദേശത്തെയും ഈ പള്ളിയും ഞങ്ങളുടെ CMI സഭയുടെ ആദ്യത്തെ പള്ളിയായ പുറകിലുള്ള മാന്നാനം കൊവയം തേക്ക് അദ്ദേഹം സ്ഥാപിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്ഥാപിക്കപ്പെടുന്ന നക്ഷത്രം അങ്ങ് പടിഞ്ഞാറോട്ട് നോക്കുകയാണെങ്കിൽ വേമ്പനാട്ട് കായലിൽ നിന്ന് വരെ നോക്കുകയാണെങ്കിൽ നക്ഷത്രങ്ങൾ കാണാം. അപ്പം അവിടെ നിന്നൊക്കെ കണ്ട് ഒത്തിരി പേര് ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ മാന്നാനം കുന്നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന നക്ഷത്രം വളരെ ഭംഗിയുള്ളത്, ഒത്തിരി ദൂരം. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനൊരു ഞങ്ങൾ ആഗ്രഹിച്ച എന്താണാവോ അത് ഞങ്ങൾക്ക് കിട്ടി എന്നൊരു തോന്നല. അപ്പോൾ ഒരു വ്യത്യസ്ത പുതുമ, അങ്ങനെ ഒരു വലിയൊരു പിന്നെ കൈയടി മേടിക്കാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല. ഒരു വ്യത്യസ്തയുള്ള ആ രാജാക്കന്മാരുടെ അനുഭവം ഞങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിച്ചു. അതിങ്ങനെ വിചാരിച്ചതിനേക്കാളും മുകളിൽ തമ്പുരാൻ തന്നു എന്നൊരു വിചാരം. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പേരിങ്ങനെ ഇതുണ്ടാക്കി സ്ഥാപിച്ച സമയം തൊട്ട് ഒത്തിരി കുട്ടികൾ ഒത്തിരി പേരിങ്ങനെ കാണാനായിട്ട് ഇതിൻ്റെ പുറകെ നടപ്പുണ്ട്. അപ്പോൾ അത് തന്നെ കാണിക്കുന്നത് ഇതൊരു നല്ലൊരു തമ്പുരാൻ്റെ ഒരു തോന്നലാണ്. തമ്പുരാൻ അതിൻ്റെ പുറകിൽ ഞങ്ങളെ സഹായിച്ചു. പിന്നെ അവസാനം ഇവനിങ്ങനെ മിടുക്കനായിട്ട് ഏതോ ഒരു പത്രക്കാരെഴുതിയപ്പോൾ ഇതൊരു സ്റ്റാറല്ല, ഇതൊരു സൂപ്പർ സ്റ്റാറാണ്, തമ്പുരാൻ്റെ സൂപ്പർ സ്റ്റാർ.